പെൺകുട്ടി, മഹാരാഷ്ട്രയിലുള്ള ഒരു പുരുഷൻ, അവർ വിവാഹത്തിന് വേണ്ടി കേരളത്തിൽ തിരഞ്ഞെടുക്കുന്നു. രണ്ട് ഇതര മതസ്ഥരാണ് രണ്ടുപേരും. എന്താണ് ഈ സന്ദേശം? മതം രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന രീതിയിൽ അവർ വിവാഹിതരാകുന്നു. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് കേരളമാണ്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോൾ അവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരിവിടെ വന്നിട്ടാണ്, അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രം, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം എന്ന രീതിയിലാണ് ഇവിടെയും അവരെത്തിയിട്ടുള്ളത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സർവ മത വിഭാഗങ്ങളിലും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു വ്യക്തമായിട്ട് സർവമത സമ്മേളനത്തിൽ പറഞ്ഞത്. വിവിധ പേരുകളുണ്ട് മതത്തിൽ, പക്ഷേ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്നാണ്. മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും തീരുമാനിച്ചത്. ആ തീരുമാനത്തെ മനുഷ്യൻ പൊതുവെ, സമൂഹം പ്രത്യേകിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകുന്നു എന്നുള്ളതിന് സാക്ഷി നിൽക്കുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഈ കേരള സ്റ്റോറി സിനിമയിലൊക്കെ മറ്റൊരു കേരളത്തെയാണ് അവർ വരച്ചു കാട്ടാൻ ശ്രമിച്ചത്. ഉള്ള മറുപടിയായി ഇത്തരം കാര്യങ്ങൾ മാറും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരു അവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നേ അർത്ഥം.